ഞാനൊന്ന് കിടക്കട്ടെ എന്നാണ് ബാലു അവസാനമായി എന്നോട് പറഞ്ഞത്. ഫോൺ തമ്പി കൈവശപ്പെടുത്തി. 6 വർഷം മുൻപ് ഒരു സെപ്റ്റംബറിലാണ് സംഗീതജ്ഞനും വയലിനിസ്റ്റുമായ ബാലഭാസ്കറിനെ സംഗീത പ്രേമികൾക്ക് നഷ്ടമായത്. കേരളം കൺ തുറന്നതു തന്നെ ഞെട്ടിക്കുന്ന ആ ദുരന്ത വാർത്തയിലേക്കായിരുന്നു. തിരുവനന്തപുരം പള്ളിപ്പുറത്തിനടുത്തുണ്ടായ അപകടത്തിൽ ബാലഭാസ്കറിനൊപ്പം മകൾ തേജസ്വിനി ബാലയുടെയും ജീവൻ നഷ്ടമായി. പരിക്കുകളോടെ ഭാര്യ ലക്ഷ്മിയും ഡ്രൈവർ അർജുനും രക്ഷപ്പെട്ടു. ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ജീവിതത്തോട് പോരാടി തിരിച്ചു വന്നിരിക്കുകയാണ് ലക്ഷ്മി. ഭർത്താവിനെയും മകളെയും നഷ്ടപ്പെട്ട ദുഃഖത്തിനൊപ്പം ഏറെ പരിഹാസങ്ങളും അപവാദങ്ങളും ലക്ഷ്മി കേൾക്കേണ്ടി വന്നു. ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണ് എന്ന തരത്തിൽ വരെ പ്രചാരണങ്ങൾ ഉണ്ടായി. എന്നാൽ ഇതെല്ലാം നിഷേധിക്കുകയാണ് ഭാര്യ ലക്ഷ്മി. അന്ന് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ തന്നെയായിരുന്നുവെന്നും ഉറങ്ങിപ്പോയതിനെ തുടർന്ന് കാർ മരത്തിൽ ഇടിക്കുകയായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നു. താനും മകളും മുന്നിലെ സീറ്റിലാണ് ഇരുന്നിരുന്നതെന്നും ബാലഭാസ്കർ പിന്നിലെ സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നുവെന്നും ലക്ഷ്മി വ്യക്തമാക്കുന്നു. എന്നാൽ പിന്നീട് ബാലഭാസ്കറാണ് കാർ ഓടിച്ചിരുന്നത് എന്ന് അർജുൻ മൊഴി മാറ്റി പറഞ്ഞുവെന്നും അത് കേസിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാമെന്നും ലക്ഷ്മി പറയുന്നു. തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മകൾക്കായി ഞങ്ങളുടെ ഒരു നേർച്ചയുണ്ടായിരുന്നു. അധികം വൈകാത്തതു കാരണമാണ് നേർച്ച കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നത്. ഏറെ വൈകിയിരുന്നെങ്കിൽ തൃശൂരിൽ തന്നെ തങ്ങുമായിരുന്നു. ബാലുവിന് തിരുവനന്തപുരത്തെത്തി കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. യാത്രക്കിടെ തലവേദനയും ഛർദിയുമെല്ലാം വരുന്നതിനാൽ ഞാൻ മകളെ മടിയിലിരുത്തി മുന്നിലെ സീറ്റിൽ കണ്ണടച്ച് ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കവർ വണ്ടി നിർത്തി കടയിൽ നിന്ന് ഡ്രിങ്ക്സ് എല്ലാം വാങ്ങിക്കഴിച്ചു. എന്നോട് വേണമോ എന്ന് ബാലു ചോദിച്ചു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. അധികം വൈകാതെ വീട്ടിലെത്തുമെന്നും ബാലു പറഞ്ഞു. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു. പിന്നെയും കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷമാണ് അപകടമുണ്ടായത്. പെട്ടെന്ന് ഓഫ് റോഡിലൂടെ വണ്ടി പോകുന്നത് പോലെ അസാധാരണമായ ഫീൽ തോന്നി. വണ്ടിക്ക് നിയന്ത്രണം നഷ്ടമായി എന്ന് മനസ്സിലായി. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ആകെ പകച്ചിരിക്കുന്ന അർജുന്റെ മുഖമാണ് കാണുന്നത്. ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചു. ഗിയർ ബോക്സിൽ കൈകൊണ്ട് നന്നായി അടിച്ചു. അപ്പോഴേക്കും എന്റെ ബോധം പോയി. എത്രയോ ദിവസം കഴിഞ്ഞ് ആശുപത്രി മുറിയിലാണ് ഞാൻ കണ്ണു തുറന്നത്. ലക്ഷ്മി പറയുന്നു. തന്റെ തലച്ചോറിനാണ് കാര്യമായ പരിക്കേറ്റതെന്നും ശരീരം മുഴുവൻ മുറിവുകളും ഒടിവുകളും ഉണ്ടായിരുന്നെന്നും ലക്ഷ്മി പറയുന്നു. കാലിന് ഇപ്പോഴും പ്രശ്നമുള്ളതിനാൽ ചികിത്സ തുടരുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ആശുപത്രിയിൽ ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ പറ്റിയില്ല. ബാലുവിനെയും കുഞ്ഞിനെയും അന്വേഷിച്ചപ്പോൾ എല്ലാവരും പുറത്തുണ്ടെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. അതോടെ ഞാൻ ആശ്വസിച്ചു. ബാലുവില്ലെന്ന യാഥാർത്ഥ്യം ഞാൻ വിശ്വസിച്ചതേയില്ല. കൗൺസിലിംഗിനെത്തിയ സൈക്കോളജിസ്റ്റിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു. ബാലുവില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിച്ചില്ല. അവരോട് പുറത്തു പോകാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഉറങ്ങുമ്പോഴെല്ലാം ഞാൻ ബാലുവിനെയും മകളെയും സ്വപ്നം കണ്ടു. അതാണ് യാഥാർത്ഥ്യം എന്ന് കരുതി. എഴുന്നേൽക്കുന്നത് ഭീകരമായ വേദനയിലേക്കായിരുന്നു. ഇതോടെ ഏതാണ് യാഥാർത്ഥ്യമെന്ന് എനിക്ക് മനസ്സിലാക്കാതെ വന്നു. കുറച്ചു കാലം എന്റെ ജീവിതം അങ്ങനെയായിരുന്നു. പിന്നീടാണ് ബാലുവും മകളും ഇല്ലെന്ന കാര്യം ഞാൻ അംഗീകരിച്ചത്. അപ്പോഴേക്കും കേസിന്റെ നടുവിലായി. ഇനിയൊരിക്കലും വയലിൻ വായിക്കാത്ത അവസ്ഥയിലാണ് ബാലുവെന്നാണ് ആദ്യം ഞാൻ അറിഞ്ഞത്. അങ്ങനെയൊരു അവസ്ഥയെ ഭയപ്പെട്ടിരുന്ന ബാലു അങ്ങനെ ജീവിക്കേണ്ടി വരാത്തതിൽ സന്തോഷിക്കുന്നുണ്ടാകും. പക്ഷേ ജീവനോടെ ഒപ്പമുണ്ടായിരുന്നെങ്കിലെന്ന് എന്റെ സ്വാർത്ഥത ആഗ്രഹിച്ചിട്ടുള്ളൂ. ലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു. കുടുംബ സുഹൃത്തുക്കളായ പാലക്കാട്ടെ പൂന്തോട്ടം കുടുംബവുമായി ബന്ധമുള്ളയാളാണ് അർജുനെന്നും ബാലുവിന്റെ സ്ഥിരം ഡ്രൈവർ അല്ലെന്നും ലക്ഷ്മി പറയുന്നു. ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ബാലു അർജുനെ പരിചയപ്പെടുന്നത്. അന്ന് പൂന്തോട്ടം വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ അർജുൻ തന്റെ ഭാഗത്തെ ന്യായമുള്ളതുപോലെ ബാലുവിനോട് സംസാരിച്ചു. ബാലു അതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. സഹായിക്കാമെന്ന് കരുതി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. എന്തെങ്കിലും അത്യാവശ്യ സമയങ്ങളിൽ വിളിക്കുമ്പോൾ മാത്രമാണ് അർജുൻ വണ്ടി ഓടിക്കാൻ വന്നിരുന്നത്. അന്ന് തൃശ്ശൂര് പോയപ്പോഴും അർജുനെ വിളിക്കുകയായിരുന്നു. ഞാനൊരു സാധാരണക്കാരിയാണ്. ഒരാൾക്കും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും ഒന്നും പറയിക്കാനാകില്ല. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ കേസ് കൊടുക്കുമായിരുന്നു. എനിക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും മുഖം മാത്രം ആലോചിച്ചാൽ മതി കേസ് കൊടുക്കാൻ. എന്നാൽ ഇതൊരു സാധാരണ അപകടം മാത്രമായതുകൊണ്ടാണ് ഞാൻ കേസുമായി മുന്നോട്ട് പോകാതിരുന്നത്. ലക്ഷ്മി വ്യക്തമാക്കുന്നു. അപകടശേഷം ബാലുവിന്റെ മൊബൈൽ ഫോണും പേഴ്സും സുഹൃത്തായ പ്രകാശ് തമ്പിയുടെ കയ്യിലായിരുന്നു. പേഴ്സ് പിന്നീട് അമ്മയ്ക്ക് കൊടുത്തു. മൊബൈൽ ഫോണിന്റെ കാര്യം ചോദിച്ചപ്പോൾ അത് കുറച്ചു ദിവസം കൂടി കയ്യിൽ സൂക്ഷിക്കട്ടെ എന്ന് ചോദിച്ചു. തിരിച്ചു തരുമെന്ന് ഉറപ്പു നൽകി. അവരെ അവിശ്വസിക്കേണ്ട സാഹചര്യമല്ലാത്തതിനാൽ അമ്മ സമ്മതിച്ചു. എന്നാൽ അത് തിരിച്ചു തന്നില്ല. പിന്നീടാണ് ഇവരെല്ലാം ക്രിമിനലുകളാണെന്ന് മനസ്സിലായത്. ബാലഭാസ്കറിന്റെ എല്ലാ സുഹൃത്തുക്കളെയും തനിക്കറിയില്ലെന്നും ചില സുഹൃത്തുക്കൾക്ക് ബാലു കടം നൽകിയിട്ടുണ്ടെന്നും ലക്ഷ്മി പറയുന്നു. എന്നാൽ ഇതൊന്നും തിരിച്ചു ചോദിക്കാൻ താൻ പോയിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ബാലുവിന്റെ പിതാവ് ഉണ്ണിയുമായി അടക്കം ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും ലക്ഷ്മി പറയുന്നു. പ്രണയവിവാഹമായതിനാൽ ബാലുവിന്റെ കുടുംബം തങ്ങളെ അംഗീകരിച്ചിരുന്നില്ല.
അപകടത്തിന് ശേഷം ബാലുവിന്റെ കുടുംബത്തിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ മാനസികമായി തളർത്തി. അവരുമായി ഒരു പോരാട്ടത്തിനുമില്ല. തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വീട്ടുകാരുടെ ഇഷ്ടക്കേടുമുണ്ടാകും. പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നും തനിക്കെതിരെ കേട്ടപ്പോൾ സങ്കടമുണ്ടായിട്ടുണ്ട്. ആരോപണങ്ങളോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ നഷ്ടം തനിക്കാണ് സംഭവിച്ചത്. ഭർത്താവിനോടും കുഞ്ഞിനോടുമുള്ള തന്റെ സ്നേഹവും അടുപ്പവും ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ലെന്നും ലക്ഷ്മി പറഞ്ഞു.